ബ്രേക്കപ്പ് ഭയങ്കര പെയിൻഫുൾ ആണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? പക്ഷെ ഇടയ്ക്കൊക്കെ എനിക്ക് തോന്നുന്നു ഇത് ഭയങ്കര ഓവർ റേറ്റഡ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഈ ബ്രേക്കപ്പ് എന്നുള്ളത്. ഇതിനെക്കാട്ടിലും പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സംഗതി ഉണ്ട്. അതെന്താ നിങ്ങൾക്കറിയോ? ഞാൻ പറഞ്ഞുതരാം. എക്സാമിന് വെറും 2 ആഴ്ച മാത്രം മുന്നിൽ നിങ്ങൾ പഠിച്ചിട്ടില്ല, നമ്മൾ പഠിച്ചിട്ടില്ല മാത്രമല്ല എന്താ പഠിക്കേണ്ടതെന്ന് പോലും നമുക്ക് അറിയാതിരിക്കുന്ന ഒരവസ്ഥ. ആ ഒരു അവസ്ഥയാണ് ഏറ്റവും പെയിൻഫുൾ ആയിട്ടുള്ളത്. ആൻഡ് നിങ്ങൾ ഓരോരുത്തരും ആ ഒരു അവസ്ഥയിൽ കൂടെയാണ് കടന്നു പോകുന്നത് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതിൻ്റെ ഇടയിൽ കൂടെയാണ് കഴിഞ്ഞ ദിവസം ടൈം ടേബിൾ വരുന്നത്. ടൈം ടേബിൾ വന്നപ്പോൾ ഏറ്റവും ചരിത്രത്തിൽ തന്നെ ഏറ്റവും മോശമായിട്ടുള്ള ഒരു ടൈം ടേബിൾ ആണ് വന്നിരിക്കുന്നത്. 24-ാം തീയതി നിങ്ങൾക്ക് എക്സാം തുടങ്ങുന്നു. അന്ന് നിങ്ങൾക്ക് 2 എക്സാം, അതിലൊന്ന് ഇംഗ്ലീഷാണ്. ആൻഡ് വെരി നെക്സ്റ്റ് ഡേ ഒരു ദിവസം പോലും ഗ്യാപ്പില്ലാണ്ട് ഈ മക്കൾ പാവം 2 എക്സാം കഴിഞ്ഞ് ക്ഷീണിച്ച് വീട്ടിലെത്തിയിട്ട് ഒന്ന് ഉറങ്ങാൻ പോലും സമയമില്ലാതെ പിറ്റേന്ന് എക്സാമാണ്, അതും 2 എക്സാം പിറ്റേന്ന്. അങ്ങനെ 2 ദിവസം കൊണ്ട് ഈ പാവം 8ാം ക്ലാസ്സിലെ മക്കൾ എഴുതുന്നത് 4 എക്സാമുകളാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ വെറും ഒരു ദിവസത്തെ ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് അവർക്ക് ബേസിക് സയൻസിന്റെ എക്സാം ഉള്ളത്. 8ാം ക്ലാസ്സിലെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മാത്സും ബേസിക് സയൻസും ആണ് ഏറ്റവും ടഫ് ഉള്ളത്. ആ ഒരു ബേസിക് സയൻസിന്റെ എക്സാം തന്നെ എക്സാമിന് വെറും ഒരു ദിവസത്തെ ഗ്യാപ്പേ ഉള്ളൂ എന്നുള്ളത് വളരെ വളരെ വിഷമകരമായിട്ടുള്ള കാര്യമാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ 28-ന് ഓക്കെ ഈ ഒരു സബ്ജക്റ്റ് അത് നമുക്ക് പ്രശ്നമുള്ള കാര്യമല്ല. പിന്നെ നമുക്ക് 6-ാം തീയതി 6 ദിവസം മാത്സിന് ഗ്യാപ്പ് ഉണ്ട്. ദാറ്റ്സ് ഓൾസോ ഫൈൻ, അതിനും പ്രശ്നമൊന്നുമില്ല. അത് നല്ല കാര്യമാണ്, അത് മക്കൾ തീർച്ചയായിട്ടും യൂസ് ചെയ്യണം. അത് കഴിഞ്ഞ് 20-ാം തീയതി എത്ര 20-ാം തീയതിയാണ് അടുത്ത എക്സാം നടത്തുന്നത്, സോഷ്യൽ സയൻസിന്റെ എക്സാം നടത്തുന്നത്. ഈ ടൈം ടേബിൾ ഇട്ട ആളുടെ മക്കൾ ഒരിക്കലും 8ാം ക്ലാസ് പഠിക്കുന്നില്ല എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. പഠിക്കുന്നുണ്ടായിരുന്നെങ്കിൽ ഇത്രയും അലമ്പായിട്ടുള്ള ഒരു ടൈം ടേബിൾ അവർ ഇടില്ലായിരുന്നു. എന്തിനാണ് 14 ദിവസത്തെ ഗ്യാപ്പ് ഇവിടെ സോഷ്യൽ സയൻസിന്? ഈ കുട്ടികൾ എല്ലാ കാലത്തും എക്സാമും ആലോചിച്ച് ടെൻഷൻ അടിച്ച് നടക്കണോ? ഈ 14 ദിവസവും കുട്ടികൾ ടെൻഷൻ അടിക്കണം, എക്സാം എന്ന് പറഞ്ഞിട്ട് എന്തിന് ഈ 14 ദിവസത്തെ ഗ്യാപ്പ്? ഇതൊട്ടും നല്ലൊരു ടൈം ടേബിൾ ആയിട്ട് ഞാൻ കണക്ക് കൂട്ടുന്നില്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ 24-ാം തീയതി ഈ 2 എക്സാം നടത്തിക്കോട്ടെ. അത് കഴിഞ്ഞ് 27-ാം തീയതിയെ അടുത്ത 2 എക്സാം നടത്താൻ പാടുള്ളൂ. ആൻഡ് ബേസിക് സയൻസിന് ചുരുങ്ങിയത് 3 ദിവസമെങ്കിലും അവർക്ക് കിട്ടണം. അങ്ങനെ 2-ാം തീയതിയെ എന്ത് നടത്താൻ പാടുള്ളൂ? ബേസിക് സയൻസ് നടത്താൻ പാടുള്ളൂ. അത് കഴിഞ്ഞ് മാർച്ച് 3-ന് അവർ ഇത് നടത്തിക്കോട്ടെ, പ്രശ്നമില്ല. ആൻഡ് മാർച്ച് 8-ന് എന്തും നടത്തിക്കോട്ടെ, മാത്സും നടത്തിക്കോട്ടെ. അത് കഴിഞ്ഞ് മാർച്ച് 12-ന് സോഷ്യൽ സയൻസും അവർ നടത്തിക്കോട്ടെ, ഒരു പ്രശ്നവുമില്ല. അങ്ങനെ നോക്കുമ്പോൾ മാർച്ച് 12 ആകുമ്പോഴേക്ക് മക്കൾ ഫ്രീ ആവും. എന്തിന് 20-ാം തീയതി വരെ ടെൻഷൻ അടിക്കണം? ഒട്ടും സയന്റിഫിക് അല്ലാത്ത ഒരു ടൈം ടേബിൾ നിങ്ങൾ എന്തിനിടുന്നു? വിദ്യാഭ്യാസ വകുപ്പിനോടാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾക്ക് തെറ്റ് പറ്റിപ്പോയി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു ടൈം ടേബിൾ മാറ്റണം. കേരളത്തിലെ കുട്ടികളോട് നിങ്ങൾ മാപ്പ് പറയണമെന്ന് ഞാൻ പറയുന്നില്ല, ബട്ട് ഉള്ളിലൊരു മാപ്പ് പറഞ്ഞിട്ട് ഈ ഒരു ടൈം ടേബിൾ മാറ്റിയിട്ട് മിനിമം കോമൺ സെൻസ് ഉള്ള ഒരു ടൈം ടേബിൾ ആക്കിയിട്ട് ഇത് മാറ്റണം. ഇല്ലെങ്കിൽ കുട്ടികൾക്ക് അത് വളരെ 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 ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളത് 100% ഉറപ്പാണ്. ഞാൻ ഇപ്പം ഇങ്ങോട്ട് വരുമ്പോഴാണ് ഫർഹാൻ സാറ് നമ്മളുടെ സ്റ്റഡി പ്ലാൻ്റെ പറഞ്ഞത്. തിങ്കളാഴ്ച നമുക്ക് എന്തുണ്ട് മക്കളെ? 7 മണിക്ക് ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ട്. പബ്ലിക് എക്സാമിനെ കുറിച്ചുള്ള സകല കാര്യങ്ങളും അവിടെ ഡിസ്കസ് ചെയ്യും. ആൻഡ് അത് പോട്ടെ, അതല്ലായിരുന്നു എൻ്റെ മെയിൻ ആയിട്ടുള്ള കാര്യം. ഈ ടൈം ടേബിളിലുള്ള ഈ ഒരു ഇൻജസ്റ്റിസ് പറയുക എന്നുള്ളതായിരുന്നു എൻ്റെ ലക്ഷ്യം. മക്കളെ, ഈ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ സെറ്റാണ്, ഓക്കെ ആണ്, സത്യമാണ് എന്ന് നിങ്ങൾ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഇത് ലൈക്ക് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ചെയ്യണം. ആൻഡ് ഉറപ്പായിട്ടും നിങ്ങൾക്കൊക്കെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവും ഈ ടൈം ടേബിളിലെ വിഷമത്തിൽ നിൽക്കുന്ന ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവും. ആ ഫ്രണ്ട്സിലേക്ക് നിർബന്ധമായിട്ടും നിങ്ങൾ ഈ വീഡിയോ അയച്ചു കൊടുക്കണം. അങ്ങനെ അയച്ചു കൊടുത്ത് ഈ വീഡിയോ മേ ബി അടുത്ത ദിവസം വൈറലായാൽ, അധികാരികളിലേക്ക് ഇത് എത്തിയാൽ ഉറപ്പായിട്ടും ഈ ടൈം ടേബിളിൽ ഒരു മാറ്റം നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഒരു ജസ്റ്റിസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ മാത്രമേ ഒരു നീതി നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റൂ. സോ മക്കളെ, തീർച്ചയായിട്ടും ഇത് ഫ്രണ്ട്സിലേക്കൊക്കെ അയച്ചു കൊടുക്കുക. ആൻഡ് ഞാൻ പറഞ്ഞ ഈ ഒരു ടൈം ടേബിളിനെ കുറിച്ച് ഇതല്ലേ നമുക്ക് നീതിപരമായി വേണ്ടത് എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ആൻഡ് ഒറിജിനൽ ടൈം ടേബിളിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായവും കമൻറ്റ് ചെയ്യുക മക്കളെ. എന്തായാലും ഇത് അധികാരികളിലേക്ക് എത്തും. നമുക്കിതിനൊരു മാറ്റം തന്നെ പ്രതീക്ഷിക്കാം. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.